പേര് ശില്പ. ഞാൻ കാനഡയിലിരുന്നാണ് ഈ 4 ദിവസം ധ്യാനം കൂടിയത്. ആദ്യം ആദ്യം തന്നെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിന്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഈശോയെ അറിഞ്ഞ് ഈശോയോട് ഒരുപാട് അടുക്കാനും ഈശോയെ സ്നേഹിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈശോ അതിന് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ പക്ഷേ കുറച്ച് നാളായിട്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പോഴാണിങ്ങനെ എനിക്ക് ഒരു ഇവിടെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു ചേട്ടൻ എനിക്കിങ്ങനെ അയച്ചു തന്നത്. അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ അറ്റൻഡ് ചെയ്ത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞയച്ചത്. അപ്പോൾ അന്ന് ഞാൻ രജിസ്റ്റർ ചെയ്ത് അന്ന് മുതൽ എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾക്കിവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയിൽ അപ്പം ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്നുള്ളതും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് ഈശോനെ അറിയാൻ പറ്റി, ഈശോ എന്നെ തൊട്ടു എന്നുള്ളൊരു എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഡെഫിനറ്റ്ലി ഇത് ഈശോയോടുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ധ്യാനത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന വായിച്ച ഓരോരുത്തരോടുമാണ്. രാവെന്നും പകലെന്നും ഇല്ലാണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചത്. ഞാൻ എപ്പോൾ ചാപ്പൽ കയറിയാലും ഏത് സമയത്ത്, അതായത് ഞാൻ കാനഡയിലാണ്, കാനഡയിൽ രാത്രിയാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ മിനിമം ഒരു 10-15 പേര് ഇപ്പോഴും ആ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കറിയില്ല എത്ര പേര് ധ്യാനം കൂടിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ കണ്ടെടുത്തോളം ഐ തിങ്ക് എന്തായാലും മോർ ദാൻ 500 പീപ്പിൾ എന്തായാലും ഒരു ദിവസമെങ്കിലും കൂടിയിട്ടുണ്ട്. അപ്പം ഈ 500 പേർക്കും ഈ 4 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെയുള്ള സമയത്തിനുള്ളിൽ എക്സ്പീരിയൻസ് എന്നാൽ അനുഗ്രഹം കിട്ടിയെന്ന് തോന്നിയിട്ടില്ലെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അവരറിയാതെ അവരുടെ ലൈഫിൽ എന്തായാലും എക്സ്പീരിയൻസ് ഈശോയുടെ അനുഗ്രഹം എന്തായാലും കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് അറിയാം ഇത് കുറച്ച് ലോങ് ആകുമെന്ന്, പക്ഷേ എന്നാലും ഞാൻ പറയാം, നിങ്ങളിൽ ഓരോരുത്തരും ഓരോ ദിവസവും പറഞ്ഞ സാക്ഷ്യങ്ങൾ, അതായത് ഡേ 1 മുതൽ പറഞ്ഞ സാക്ഷ്യങ്ങൾ, ഓരോ ക്ലാസ്സുകൾ. അപ്പം ഞാനും ആലോചിച്ചിരുന്നു ഓൺലൈൻ വഴി കൂടിയിട്ട് അല്ലെങ്കിൽ വെറും 2 മണിക്കൂർ കൊണ്ട് എന്ത് എന്നുള്ളത്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു ചുവട് നമ്മൾ വെച്ച് കഴിഞ്ഞ് ബാക്കി ഈശോ നമ്മളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലെ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ വന്ന് കൂടിയത്. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കാരണം ഒരുപാട് എന്ന് വെച്ചാൽ ഇന്നിപ്പം സാക്ഷ്യം പറഞ്ഞൊരു വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ചങ്ക് പൊട്ടിക്കരഞ്ഞ് ഈശോയുടെ മുമ്പിലിരുന്നു ഇരിക്കാൻ പറ്റി. കുറേ നാളായിട്ട് കരയുമായിരുന്നു. പക്ഷേ എന്തിനായിരുന്നു കരയുന്നതെന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ എന്തിനാ കരഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിൽ നിന്ന് ഈശോ എന്നെ ഹീൽ ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈശോ എനിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈശോ എൻ്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നതാണ് എന്ത് തന്നെയായാലും ബാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് എങ്ങനെ എഴുന്നേറ്റ് വരണമെന്ന് അറിയത്തില്ലാതെ ഇരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ധ്യാനം എന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതിൽ ആദ്യം സാക്ഷ്യം പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ എനിക്കറിയില്ല എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയോന്ന്, പക്ഷേ എനിക്കും ആ ഒരു സെയിം എക്സ്പീരിയൻസ് ഉണ്ടായി. അച്ഛൻ ഇന്നർ ഹീലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞ പോലെ ഈശോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവം, അത് എനിക്കിപ്പോഴും ആ ഒരു ഹഗ് ഫീൽ ചെയ്യാം. ഒറ്റയ്ക്കാണ് എന്ന് തോന്നുമ്പോൾ ആ ഒരു ഹഗ് തന്നെ, ആ ഒരു പീസ്, ആ ഒരു സ്നേഹം, അത് എനിക്ക് വാക്കുകളില്ലാതെ എക്സ്പ്രസ് ചെയ്യാൻ. അതുപോലെ ടെസ്സി പറഞ്ഞ പോലെ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് ഈശോ ആണ്. ടെസ്സി പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ
നമുക്ക് നമ്മൾ വിശ്വസിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാകും എന്ന് പറയുന്നത്, ഞാൻ ഇന്നൊരു ദിവസം കൊണ്ട് ഇവിടെ രാത്രിയാണ് ഞാൻ കൂടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തേക്കിറങ്ങി. ആഹ് ഞാൻ കണ്ട ഓരോ വ്യക്തിയിലും, ഞാൻ സംസാരിച്ച ഓരോ വ്യക്തിയിലും ആഹ് ഞാൻ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. ഈശോ ആണ് എൻ്റെ ഉള്ളിൽ ഉള്ളത്. ഈശോയുടെ ശരീരത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ ആഹ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു സംസാരിക്കുന്നത് ഞാനല്ല. ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളത്. ഇന്നിപ്പം സ്നേഹ പറഞ്ഞതുപോലെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പലരും പറഞ്ഞതുപോലെ ആഹ് കൊണ്ട് നടക്കും. നമ്മൾ വില കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുമെന്ന് പറയുന്നത് ഭയങ്കര, 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 ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ആഹ് പറ ഈ പറഞ്ഞതുപോലെ കുറേ പറയാനുണ്ട്. പറയുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട്, ഒരുപാട്, ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഓരോരുത്തർക്കും. പ്രത്യേകിച്ച് വില കൊടുത്ത് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരുപാട്, ഒരുപാട്, ഒരുപാട് നന്ദി. ശോഭ ചേച്ചി പറഞ്ഞതുപോലെ ഒരുപാട് അതായത് ഈ ഒരു വർഷം 1,00,000 ആത്മാക്കളെ നേടണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ചേച്ചി പറഞ്ഞു. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ എല്ലാവർക്കും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റില്ലായിരിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കൊരു കഴിവില്ല എന്ന് ചിന്തിക്കുന്നു. ഇതൊക്കെ ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങളുമാണ്. എനിക്ക് എങ്ങനെ ഈശോയോടുള്ള എൻ്റെ സ്നേഹം എങ്ങനെ എനിക്ക് പ്രകടിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതിനുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ഈ 4 ദിവസം കൊണ്ട് തന്നത്. എൻ്റെ പല ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിരുന്നു ഈ 4 ദിവസത്തെ ഈ ധ്യാനം. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഈശോയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ തോന്നുമ്പോൾ അത് പല വഴിയായിട്ട് വചനം വഴി വ്യക്തികളിലൂടെ ഒക്കെ സംസാരിക്കുമെന്ന് പറയുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത് ജസ്റ്റ് ലെറ്റിങ് യു നോ, നന്മമരം എന്നുള്ളൊരു കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈശോയുടെ മക്കളോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളിലൂടെ എത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിന് ഞാൻ സാക്ഷ്യം പറയുകയാണ്. കാരണം ഈശോയോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങൾ ഈ 4 ദിവസത്തിനുള്ളത് എനിക്ക് തന്നത്. ഈശോ നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മിഷൻസ് എന്ത് തന്നെയായാലും അതിനുള്ള എല്ലാ വിശ്വസും നേരുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ ഡെഫിനിറ്റ്ലി നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈശോയ്ക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ.